ടി ജി സർ, ഈ അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപ് മോദി കൂടിക്കാഴ്ച കൊണ്ട് വലിയ ബലമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നണം അല്ലേ? ഇല്ല, അതിലെന്ത് ഫലം ഉണ്ടാവാനാണ്? നമ്മൾ സമ്മതിച്ച കാര്യമാണ്. 18,000 പേരുണ്ട്. നമ്മൾ പറഞ്ഞു യെസ്, അവർ ഞങ്ങളുടെ പൗരന്മാരാണെന്ന് ഉറപ്പിച്ചിട്ട് ഞങ്ങളവരെ എടുത്തോളാം. അവരെ തിരിച്ചയക്കുന്നു. ഇത് ആദ്യമായിട്ടൊന്നുമില്ല, നേരത്തെയൊക്കെ തിരിച്ചയക്കാറുണ്ട്. അന്ന് ഈ ചെണ്ട കൊട്ടും ബഹളമൊന്നും ഇല്ലെന്നേ ഉള്ളൂ. ഇപ്പോൾ അവരെ അയക്കുന്നു. അതിനകത്ത് അയക്കുന്നതിൽ പോലുമല്ല, അവരെ വിലങ്ങ് വെച്ചു എന്നുള്ളതാണ്. കുറ്റവാളികളെ വിലങ്ങ് വയ്ക്കുന്നതാണ് അമേരിക്കയിലെ സമ്പ്രദായം. അത് പുറകിൽ നമ്മളിവിടെ ഓടും എന്ന് സംശയമുള്ള ആൾക്കാരെ വിലങ്ങ് വയ്ക്കാറുണ്ട്. നമ്മളുടെ സുപ്രീം കോടതി വലിയ ജനാധിപത്യം കളിച്ചിട്ട് വിലങ്ങ് വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഉത്തരവിറക്കി. അത് നമ്മുടെ കൃഷ്ണയ്യര ആ വിലങ്ങ് വയ്ക്കാൻ പാടില്ല. പക്ഷേ വിലങ്ങ് വെച്ചില്ലെങ്കിൽ ഇവനെ ഒരു കണക്കിന് ഓടിച്ചിട്ടാണ് പിടിച്ചിരിക്കുന്നത്. പിടിവിട്ടാൽ ഇവൻ വീണ്ടും ഓടും. അപ്പോൾ എന്ത് ചെയ്യണം? അപ്പോൾ അങ്ങനെ ഹാർഡൻഡ് ക്രിമിനൽ വയലൻ്റ് അത് ഇതൊക്കെ ആണെങ്കിൽ വിലങ്ങ് വയ്ക്കുക. അത് ഒരു കയ്യിൽ വയ്ക്കുക. ഇപ്പോൾ പോലീസുകാർ ഒരു കയ്യിൽ വിലങ്ങ് വെച്ചിട്ട് ആ വിലങ്ങിൻ്റെ 2 പാർട്ടുണ്ടല്ലോ വിലങ്ങിന്, മറ്റേ പാർട്ട് പോലീസുകാരും പിടിക്കും. എന്നിട്ടാണ് നടത്തുന്നത്. നമുക്കിവിടെ വലിയ പ്രയാസമാണ് വിലങ്ങ് വയ്ക്കാൻ. അവിടെ അങ്ങനെ ഇല്ല. അവരുടെ സിനിമയിൽ നോക്കിയോ, അവിടുത്തെ നാട്ടുകാരോട് ചോദിച്ചോ, അവർ കൈ കിട്ടിയാൽ പുറകിൽ കൈ പിടിച്ച് വിലങ്ങ് വയ്ക്കും. പിന്നെ ഇവന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഓടാനായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ പോലും പറ്റില്ല. മുമ്പിലാണ് വിലങ്ങെങ്കിൽ കുറച്ചെങ്കിലും ഓടാൻ പറ്റും. പുറകിലാണ് വിലങ്ങെങ്കിൽ 2 സ്റ്റെപ്പ് കഴിഞ്ഞ് വീഴും. ഇതാണ് അവിടുത്തെ സിസ്റ്റം. വാട്ട് ക്യാൻ യു ഡു? അവർ ഗുണ്ടനാമോ ബേ ജയിലുണ്ട് അവരുടെ. അവിടെ കൊണ്ടുപോയിടാൻ നമുക്ക് സമ്മതമാണോ? ഇതിപ്പോൾ നമ്മൾ എടുക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്ക അടുത്ത് ചെയ്യാൻ പോകുന്നത്. ശരി, വേണ്ട എന്ന് പറഞ്ഞിട്ട് ആ ഗുണ്ടനാമോ ബേയിൽ കൊണ്ടുപോയി തള്ളും. അവിടെ അവർ ജയിൽ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. എൽ സാൽവദോർ അമേരിക്കയോട് പറഞ്ഞു, നിങ്ങളുടെ ജയിലിൽ കിടക്കുന്നവർ കുറ്റവാളികൾ, അവരെയൊക്കെ ഇങ്ങോട്ട് വിടും, ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി. ഇവിടെ വലിയ ജയിലുകളുണ്ട്, അവിടെ ഞങ്ങൾ താമസിപ്പിച്ചോളാം, പൈസ തരണം. വലിയ കാശൊന്നുമില്ല, ഞങ്ങളുടെ ചിലവ് പ്ലസ് കുറച്ച് ആയിട്ട്. കാരണം അതിൽ നിന്ന് കുറച്ച് കാശുണ്ടാക്കാമല്ലോ എന്നാണ് എൽ സാൽവദോർ നോക്കുന്നത്. ഇവന്മാരും അവിടെ 40,000 പേർക്ക് അക്കോമഡേറ്റ് ചെയ്യാവുന്ന ജയിൽ ഒഴിഞ്ഞു കിടക്കുന്നു എൽ സാൽവദോർ. അപ്പോൾ എൽ സാൽവദോർ അമേരിക്കയ്ക്ക് കൊടുത്ത ഓഫറാണ്. നിങ്ങളിങ്ങനെ ആൾക്കാരൊക്കെ പുറത്ത് അയക്കുന്നു എന്ന് കേട്ടല്ലോ ചേട്ടാ, പോകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിടും, ഞങ്ങൾക്ക് കാശ് തന്നാൽ മതി, ഞങ്ങളിവിടെ നോക്കിക്കോളാം. അവിടെ തല്ലുകയോ കൊല്ലുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. അപ്പോൾ അമേരിക്കയ്ക്ക് വേറെയും ഓപ്ഷൻസ് ഉണ്ട്. ഈ നിങ്ങളുടെ ഭാഗ്യമാണ്, നിങ്ങൾ പേപ്പറില്ലാതെ ഈ പോയ ആൾക്കാർ നമ്മൾ വിചാരിക്കും ഏതോ വിമാനത്തിൽ കയറിയൊക്കെ, അങ്ങനെയൊന്നുമല്ല. 36 രാജ്യം വഴി മെക്സിക്കോയിൽ പോയിട്ട് അവിടെ നിന്ന് മതിൽ ചാടി ഈ ഡ്രഗ് കാർട്ടലിൻ്റെയൊക്കെ സഹായത്തോടെയാണ് അമേരിക്കയിലേക്ക് ഇവർ കയറ്റിവിടുന്നത് മുഴുവൻ ഡ്രഗിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ആ ആവശ്യങ്ങൾക്ക് ആയിട്ടാണ്. ഒരിക്കൽ ഇവനിത് ചെയ്യും, എങ്ങനെയെങ്കിലും അമേരിക്കയിൽ കയറാമല്ലോ എന്ന്. പിന്നെ അവരുടെ പിടിയിൽ നിന്ന് ഇവന് മോചനമില്ല. പിന്നെ ഇവൻ അമേരിക്കൻ പോലീസ് FBI ഇവനെ പിടിക്കുന്നത് കുറ്റവാളിയായിട്ടാണ്. ആ കുറ്റവാളിയെ അവർ വിലങ്ങ് വയ്ക്കും. അവരുടെ ജൂറിസ്ഡിക്ഷൻ എവിടം വരെ ഉണ്ടോ അവിടം വരെ അവർ വിലങ്ങ് വയ്ക്കും. C-17 ഇവിടെ വന്ന് ഇറങ്ങുന്നത് വരെ ഈ സാധനം അമേരിക്കൻ്റെ കയ്യിലാണ് ഈ പൗരന്മാർ. പിന്നെ താഴെ ഇറങ്ങി നിങ്ങൾ വിലങ്ങഴിച്ച് എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഇപ്പോൾ ഈ ഫസ്റ്റ് ട്രിപ്പ് വന്നില്ലേ, ഫസ്റ്റ് ട്രിപ്പ് വന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ എടുത്ത് നോക്കൂ, 3 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒരാളെ ഡീറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പിടിച്ചു വെച്ചിരിക്കുകയാണ്. 3 പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കൊലപാതകം, പിന്നെ സ്ത്രീകളോടുള്ള ഉപദ്രവം. എന്താണ് ആ ഉപദ്രവത്തിൻ്റെ നേച്ചർ എന്നവർ പറയുന്നില്ല. സെക്ഷൽ അസോൾട്ട് എന്ന് മാത്രമേ പറയുന്നു. ഇറ്റ് ക്യാൻ ബി എനിത്തിങ്. സെക്ഷൽ അസോൾട്ട് എന്ന് പറഞ്ഞാൽ റേപ്പ് ആവാം, എന്തുവാകാം. ഇങ്ങനെയുള്ള കുറ്റവാളികളാണ് അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഇവരുടെയൊക്കെ ഫയൽസും അവിടെ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവന്മാർ അവിടെ കാണിച്ചു കൂട്ടിയെന്നുള്ളത് ഫയലിലുണ്ട്. 1 or 2 പേര് ഒന്നും ചെയ്തിട്ടില്ലായിരിക്കാം, മതിൽ ചാടി എന്നുള്ള കുറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. ബട്ട് അതും ഒരു കുറ്റമാണ്. കയറരുത് എന്ന് പറഞ്ഞ് മതിൽ കെട്ടി നിർത്തിയിരിക്കുന്ന സ്ഥലത്ത് ചാടി അപ്പുറത്ത് കയറി കഴിഞ്ഞാൽ അതൊരു കുറ്റമാണ്. ട്രെസ്പാസിങ് എന്ന് പറയും. അതിന് ശിക്ഷയൊക്കെ കുറവായിരിക്കാം, പക്ഷെ അതൊരു കുറ്റമാണ്. പക്ഷേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ വന്ന് ഇറങ്ങിയിരിക്കുന്ന അമൃത്സറിലാണല്ലോ. അപ്പോൾ അത് പഞ്ചാബിനെ ആക്ഷേപിക്കുമെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആക്ഷേപിക്കലാണെങ്കിൽ ആ ആക്ഷേപം പഞ്ചാബ് അർഹിക്കുന്നു. കാരണം ഇവരുടെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത് പഞ്ചാബിൽ നിന്നാണ്.
ഈ വരുന്ന 105 പേരിൽ 67 പേരോ മറ്റോ പഞ്ചാബികളാണ്. അപ്പോൾ അമൃത്സറിൽ കൊണ്ടുപോയി ഇറക്കി. 2 ഗുജറാത്തി, 4 മഹാരാഷ്ട്രീയൻ, 1 ബീഹാറി ഒക്കെയാണ്. അത് ബീഹാറിൽ കൊണ്ടുപോയി വിമാനം ഇറക്കാൻ പറ്റും, അല്ലെങ്കിൽ മഹാരാഷ്ട്രയിൽ ഇറക്കാൻ പറ്റും. പിന്നെ അവിടുന്ന് ഈ 67 പേരെ പഞ്ചാബിൽ എത്തിക്കണ്ടേ. അപ്പോൾ അതിന് പകരം ഈ ഒന്നും ഒറ്റയുള്ളവരെയൊക്കെ അങ്ങോട്ട് വിടാം. മാക്സിമം വന്ന് ഗുജറാത്തിൽ നിന്നാണ് 25-26 പേര്. ബാക്കി മുഴുവൻ പഞ്ചാബികളാണ്. അതുകൊണ്ടാണ് അമൃത്സറിൽ ഇറക്കുന്നത്. അതൊരു നാണക്കേടാണ് എന്ന് ഭഗവത് സിംഗ് മാന് തോന്നുകയാണെങ്കിൽ ആ നാണക്കേട് പഞ്ചാബ് അർഹിക്കുന്നു. ഇങ്ങനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾ ഈ ഖാലിസ്ഥാനാണ്, അതാണ്, ഇതാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഇവിടെയൊക്കെ നുഴഞ്ഞ് കയറി വേണ്ടാതിനൊക്കെ കാണിച്ച് നിങ്ങളെ പിടിച്ചവർ തിരിച്ചയക്കുന്നു. നാളെ കാനഡ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിലും വലിയ പ്രശ്നമാകും. കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോ പഞ്ചാബികളുടെ കൂടെയാണ്, ഖാലിസ്ഥാനികളുടെ കൂടെയാണ്. അതുകൊണ്ട് അവരവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. നാളെ അവിടെ ഭരണം മാറിയിട്ട് വേറൊരു ഡൊണാൾഡ് ട്രംപ് കാനഡയിൽ വരുന്നു എന്ന് വയ്ക്കുക. അയാൾ പറയും ഈ തല്ലിപ്പൊളിയൊക്കെ എവിടുന്ന് വന്നു ഇവനൊക്കെ, നോ, ഇവൻ്റെയൊക്കെ പൗരത്വം ക്യാൻസൽ ചെയ്ത് ഇവൻ്റെ ഒറിജിനൽ രാജ്യത്തേക്ക് തിരിച്ചുവിട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഫ്ലൈറ്റിൽ പഞ്ചാബികളായിരിക്കും, സർദാർജിമാരായിരിക്കും വന്ന് അമൃത്സറിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പം അത് ഭഗവത് സിംഗ് മാൻ അങ്ങനെയൊന്നും പറയുന്നതിന് അർത്ഥമില്ല. നിങ്ങളുടെ ആൾക്കാരാണ്, നമ്മുടെ ആൾക്കാരാണ് അവർ. അമൃത്സറിൽ ഇറക്കിയാലെന്താ, ബോംബെയിൽ ഇറക്കിയാലെന്താ. നമ്മുടെ ആൾക്കാർ വിദേശത്ത് പോയി ക്രൈം ചെയ്തിട്ട് വിലങ്ങണിയിച്ച് അവർ തിരിച്ചയച്ചിരിക്കുന്നു. ഇത് മോദി ട്രംപ് കൂടിക്കാഴ്ചയിലെ ഒരു വിഷയമേ അല്ല. വിലങ്ങൊക്കെ വയ്ക്കണമെന്ന് ചോദിച്ചിട്ട് ഇന്ത്യ അവർക്കൊരു കമ്മ്യൂണിക്കേഷൻ അയച്ചിട്ടുണ്ട്. അവർ മറുപടി പറഞ്ഞിട്ടില്ല. കാരണം ഇറ്റ് ഈസ് ദെയർ സിസ്റ്റം. നമുക്കിവിടെ നമ്മളും സായിപ്പിനെ ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ചെന്നൈയിലൊരു സായിപ്പ്, അയാൾ സ്പെയിൻകാരനാണ്. വെള്ളമടിച്ച് റോഡിൽ ബഹളം വെച്ചു, ഒരുത്തനെ അടിച്ചു. അയാളെ പിടിച്ച് കോടതിയിൽ കൊണ്ടുവന്നു, അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ട് പിറ്റേ ദിവസം കോടതിയിൽ ഹാജരാക്കുമല്ല. കോടതിയിൽ ഹാജരാക്കി ചെറിയ ശിക്ഷയൊക്കെ കിട്ടുള്ളൂ ഇതിന്. പക്ഷേ സായിപ്പാണല്ലോ. സായിപ്പ് അങ്ങോട്ട് ഫൈറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. വക്കീലന്മാരെയൊക്കെ കോണ്ടാക്ട് ചെയ്തു. അവരാദ്യം പറഞ്ഞു ഇയാളുടെ FIR-ഉം ചാർജ് ഷീറ്റും അടക്കം സ്പാനിഷ് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്ത് കിട്ടണം. അവിടുത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞു നടക്കുന്ന കേസല്ല, ഇംഗ്ലീഷിൽ തരും, സ്പാനിഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങളാരെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്തു, കോടതിക്ക് ആളെ വെച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഭൂലോകത്ത് ഒരുപാട് ഭാഷകളുണ്ട്, മനസ്സിലായി. കോടതി ഭാഷ ഒന്നുകിൽ തമിഴ് അല്ലെങ്കിൽ ഇംഗ്ലീഷാണ് തമിഴ്നാട്ടിൽ. ഇതിനപ്പുറം പോകാൻ കോടതി തയ്യാറല്ല. റിമാൻഡ് ചെയ്ത് പോലീസിനോട് പറഞ്ഞു എടുത്തുകൊണ്ട് പോടാൻ. വക്കീലന്മാർ വിഷമിച്ചു. സാർ എന്തെങ്കിലും എന്ത് ചെയ്യാൻ കുറ്റം ചെയ്താൽ അതിന് ശിക്ഷയുണ്ട്. അവസാനം 3 ദിവസത്തെ തടവ് അങ്ങനെ എന്തായിരുന്നു സ്പെയിനിലെ സായിപ്പിനെ കിട്ടിയത്. അതിൻ്റെ ജഡ്ജ്മെൻറ്റ് ഈസ് എ ബ്യൂട്ടിഫുൾ ജഡ്ജ്മെൻറ്റ്. എന്തുകൊണ്ട് ഈ സ്പാനിഷ് ഭാഷയിൽ ഇത് കൊടുക്കില്ല എന്നുള്ളതിൻ്റെ ന്യായം ആ മജിസ്ട്രേറ്റ് എഴുതി ബ്യൂട്ടിഫുള്ളായിരുന്നു. ഇന്ത്യയുടെ ഒരു സിസ്റ്റം ഉണ്ട്. അത് ഒരു സ്പെയിൻകാരൻ വന്ന് കള്ളു കുടിച്ചു കഴിഞ്ഞാൽ ആ സിസ്റ്റം ഒന്നും മാറ്റാൻ പറ്റില്ല, പിടിച്ചകത്തിടും. ഇതുപോലെ എത്രയോ ഫോറിനേഴ്സിനെ നമ്മൾ പിടിച്ചകത്തിടുന്നു. അതിൽ ആർക്കും അതിൽ പ്രതിഷേധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഒരു തെറ്റും ചെയ്യാത്തവരും വലിയ തെറ്റൊന്നും ചെയ്യാത്തവരെ അകത്തിടുന്നുണ്ട്. ഇസ്രായേലുകാരി ഒരു സ്ത്രീ, അവർ ഫോർട്ട് കൊച്ചിയിൽ വന്നു. അപ്പോൾ അവിടെ പാലസ്തീൻ ഐക്യദാർഢ്യം പോസ്റ്റർ, ഇവർക്കിത് കണ്ടപ്പോൾ പറഞ്ഞു ഇവരിത് കീറി. ഓസ്ട്രേലിയക്കാരിയാണ്, ജൂതവനിതയാണ്. ഇവർ ഈ പോസ്റ്റർ കീറി. ആദ്യം അവിടുത്തെ ടൂറിസം ഓഫീസേഴ്സ് എന്ന് പറഞ്ഞു ഈ പോസ്റ്റർ ശരിയല്ല, ഇത് എനിക്കെതിരെയുള്ള പോസ്റ്ററാണ്. അവർ പറഞ്ഞു ഞങ്ങളൊരു പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ല, ഞങ്ങൾക്കത് കീറേണ്ട ജോലിയില്ല ഒന്നുമില്ല. എന്നാൽ പിന്നെ ഞാൻ കീറുമെന്ന് പറഞ്ഞു ഇവർ കീറി. നമ്മുടെ ഈ ഏതോ ഒരു മുസ്ലിം സംഘടന, അതിൻ്റെ ആൾ പോലീസിൽ പരാതി കൊടുത്തു. പോലീസ് കേസെടുത്തു. ഇവർ ഓസ്ട്രേലിയക്ക് പോകാൻ ആയിട്ട് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയപ്പോൾ ലുക്കൗട്ട് നോട്ടീസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് അവരുടെ പോക്ക് മുടങ്ങി. അവർ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ചോദിച്ചു ഇതെന്താണ് പ്രശ്നം. ഒന്ന്, ഈ പോസ്റ്റർ അൺഓതറൈസ്ഡാണ്, ആരുടെ പോസ്റ്ററാണെന്നില്ല, ഏത് സംഘടനയുടെ ആണെന്നില്ല. ഫോർട്ട് കൊച്ചിയിൽ ഒരു പോസ്റ്റർ കീറിക്കഴിഞ്ഞാൽ അവിടെയുള്ള ഈ മുസ്ലിം യുവാവിന് ഒരു വിഷമവും തോന്നുന്നുണ്ട്, ഒരു ന്യായവും ഞങ്ങൾ കാണുന്നില്ല. അയാളെന്താ പാലസ്തീൻകാരനാണോ, അയാൾക്കെന്താ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഈ കേസ് അങ്ങോട്ട് ക്വാഷ് ചെയ്യും. ദിസ് ഹാപ്പൻഡ് ഇൻ ഇന്ത്യ. എങ്ങനെയാണ് നമ്മളൊരു വിദേശ വനിതയെ ട്രീറ്റ് ചെയ്തത്?
എന്നിട്ട് നമ്മൾ പറയുന്നു ഓ വിലങ്ങ് വെച്ചു. ഈ പാവത്തിന് ഓസ്ട്രേലിയക്ക് പോകാനുള്ള ഇതുപോലും നഷ്ടപ്പെട്ടു. പോയില്ലേ നിങ്ങൾ, ലാസ്റ്റ് മിനിറ്റിൽ എയർപോർട്ട് വെച്ച് നിങ്ങളെ പിടിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ആ യാത്രയും അതിനെ തുടർന്നുണ്ടാകുന്ന കാശ് ചെലവെല്ലാം അവർ ജൂതവനിയായതുകൊണ്ട് ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തവർ. സമ്മതിക്കണം, വേറൊരു രാജ്യത്ത് വന്നിട്ട് നമ്മളാണെങ്കിൽ ചെയ്യുമോ? നമ്മൾ ചെയ്യാൻ ധൈര്യപ്പെടില്ല. അവരുടെ രാജ്യം, അവരെന്തോ പോസ്റ്റർ ഒട്ടിച്ചിരിക്കുന്നു, നമുക്കെന്താ കാര്യം, ഇവർ വിട്ടില്ല. ബട്ട് നിയമത്തിൻ്റെ വഴിക്ക്. പക്ഷേ അവരോട് നമ്മൾ ചെയ്തത് മര്യാദയായിരുന്നു അല്ല, എന്നാൽ നിയമമല്ലേ ആണ് താൻ. ഒഫൻസ് ഈസ് ഒഫൻസ്, അഥവാ പോലീസ് ഒഫൻസ് എന്ന് പറയുന്നത്. പിന്നെ ഹൈക്കോടതിയാണ് അതിൽ യാതൊരു ഒഫൻസും ഇല്ല എന്ന് പറഞ്ഞ് തള്ളുന്നത്. അപ്പോഴേ ആ കേസ് ഇല്ലാതെയാവുള്ളൂ. അതുവരെ ആ സ്ത്രീ സഹിക്കാനുള്ളതൊക്കെ അവർ സഹിച്ചു. ഇതൊക്കെ ഇവരും സഹിക്കേണ്ടി വരും. നിങ്ങൾ വേറൊരു രാജ്യത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അവർ ജീവൻ തിരിച്ചവരിങ്ങോട്ട് തന്നത് തന്നെ വലിയ കാര്യം. ഞാനതാ പറയുന്നത്, ഗ്വന്റനാമോ ബേയിൽ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ 3 ദിവസം അവിടെ ജീവനോടെ ഇരിക്കില്ല ഇവർ. ഈ പറയുന്ന സ്ത്രീകളും കുട്ടികളും കൂട്ടത്തോടെ ചത്തുപോകും, ഒരു ദയയുമില്ല. അപ്പം അത് ചെയ്യാതെ വിലങ്ങെങ്കിൽ വിലങ്ങ്, അതാണ് ഈ ചിട്ട് തിരിച്ചു കൊണ്ടുവന്നില്ല. ഇത് ചെയ്യുന്നത് ഇതുപോലത്തെ ക്രിമിനൽസൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 3 പേരെ പോലീസ് ഔദ്യോഗികമായിട്ട് അറസ്റ്റ് ചെയ്ത് വേറൊരാളെ ലോക്കപ്പിൽ ഇട്ടിരിക്കുന്നു. അയാളെ സംശയം വിചാരിച്ചിട്ടാണ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഈ 3 അക്രമികൾ ആ ഫ്ലൈറ്റിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാക്കി നോക്കിയാൽ മിഡ് എയർ എന്ത് ചെയ്യും? ആര് നിയന്ത്രിക്കും? അതുകൊണ്ട് ആസ് എ പ്രിക്കോഷൻ അവർ വിലങ്ങ് വെച്ച് കയ്യിലും കാലിലും വിലങ്ങ് വെച്ച് കൊണ്ടുവരുന്നു. ഒരാൾ മതി ഒരു ഫ്ലൈറ്റിലൊരു കലാപം ഉണ്ടാവാൻ. അത് അത് നടന്നു കഴിയുമ്പോൾ എല്ലാവരും പറയും ആ വിലങ്ങ് വയ്ക്കേണ്ടേ, ഇതുപോലത്തെ അക്രമങ്ങളെയല്ലേ കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ച് തിരിച്ച് തല കയറും. ഇത് വരാതിരിക്കാനാണ് അമേരിക്കക്കാരൻ വിലങ്ങ് വെച്ച് വിടുന്നത്. അത് അവരുടെ ഒരു ലെജിറ്റിമേറ്റ് ഓപ്പറേഷനാണ്. അതിപ്പം നരേന്ദ്രമോദി ചെന്ന് ചേട്ടാ വിലങ്ങ് വയ്ക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമവിരുദ്ധമായ ഒരു കാര്യം എങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യപ്പെടാൻ പറ്റുക? അവരുടെ നാട്ടിലെ നിയമത്തിലുണ്ട് അത് ഇളവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടാം. അത് വിദേശകാര്യ വകുപ്പിൽ നിന്നൊരു കത്തൊക്കെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി അത് ചോദിക്കുന്നതൊക്കെ മഹാ നാണക്കേടാണ്. അതൊരു പ്രശ്നമാക്കാനും പാടില്ല. ഇത് വെറുതെ പുകമറ സൃഷ്ടിക്കാനുള്ള ഒരു ഇതിനു വേണ്ടി പറഞ്ഞാൽ നമുക്ക് കാണാം അല്ലേ? അങ്ങനെ തന്നെ ഇന്ത്യയിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും മോദിയെ ഡിഫെൻസീവിലാക്കാനൊരു ശ്രമം നടക്കും. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.